പിന്നെ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിൽ പ്രാവുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട്, പിന്നെ വാത്ത, പാത്ത, കഴുകം, ഗിനി, പല വിവിധ ഇനം കോഴികൾ, ഇവയോടൊപ്പം തന്നെ കനേഡിയൻ ആട്, മുയൽ, ഗിനിപ്പിഗ്, പിന്നെ പട്ടി, പൂച്ച ഇവയൊക്കെയും വളർത്തുന്നു. പിന്നെ ധാരാളം പൂച്ചെടികൾ, കാക്ടസിൻ്റെ ഒരു നല്ല കളക്ഷനുണ്ട്. പിന്നെ വൈൽഡ് ഓർക്കിഡ്സ്, നമുക്ക് ഓർക്കിഡ്സ് ഇപ്പോൾ എല്ലായിടത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടും. ഇത് വൈൽഡ് ഓർക്കിഡ്സ്, അത് വനങ്ങളിൽ നിന്ന് ഒത്തിരി വളരെ കഷ്ടപ്പെട്ടാണ് അവയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റേതായ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. പിന്നെ പ്ലുമേറിയ, വിവിധ ഇനം പൂച്ചെടികൾ, വിവിധ തരം മണിപ്ലാന്റുകൾ ഇവയൊക്കെയും വളർത്തുന്നു. പിന്നെ 4 കുളങ്ങളിലായിട്ട് മത്സ്യങ്ങളെ, പലതരം മത്സ്യങ്ങളെ, അതിന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പലതിനെയും പലയിടങ്ങളിലായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അതിനെയൊക്കെ സംഘടിപ്പിച്ചത്. അതൊക്കെ വളർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. പിന്നെ ഒരു പഴയ മാടക്കടയെ സംരക്ഷിച്ചു പോരുന്നു. അതിനെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനകത്ത് ബീഡിപ്പെട്ടി, സോഡാ കുപ്പി, വട്ട് സോഡയുടെ കുപ്പി, അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ സംരക്ഷിക്കുന്നു. പിന്നെ ഒരു പഴയ എരുത്തിൽ, അതും കല്ലിശ്ശേരിയിൽ നിന്നാണ്, ഒരു വീട്ടിൽ നിന്ന് അവർ പൊളിച്ചതാണ്. അത് ഈ മുള്ളുവേങ്ങയിൽ തീർത്ത പുൽക്കൂടോടെ ഉള്ളതാണ്. അതിനെ പൊളിച്ചുകൊണ്ട് വന്ന് അതിനെ സംരക്ഷിക്കുന്നു. അങ്ങനെ എന്നെക്കൊണ്ടാകുന്ന വിധം കിട്ടിയതിനെയും കിട്ടുന്നതിനെയൊക്കെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, സംരക്ഷിച്ച് പോരുന്നു. ഇനിയത്തെ പുതിയൊരു ജനറേഷന് ഒരു പക്ഷേ ഇതൊക്കെ പറഞ്ഞൊരു കേട്ടറിവ് മാത്രമേ കാണുള്ളൂ. അതിന് താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്കാണേലും അതിനെ കണ്ടതിനെ മനസ്സിലാക്കിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇതൊക്കെ ചെയ്തത്. ഒന്നും നശിച്ചു പോരുത്. നമ്മുടെ ആർഷഭാരതത്തിൻ്റെ അല്ലെ കേരളത്തിൻ്റെ സംസ്കാരത്തിലും നമ്മുടെ തനിമയിലുണ്ടായിരുന്ന കാര്യങ്ങൾ അതൊന്നും നശിച്ചു പോകാതെ അതുപോലെ നിലനിർത്തി അടുത്തൊരു ജനറേഷന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹത്തിലാണ് ഇതൊക്കെ ചെയ്തത്. ഇനിയും ഇത്രയും കാലം നിങ്ങളെല്ലാവരുടെയും ഒത്തിരി സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഇനിയും തുടർന്നും എല്ലാവരുടെയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കണം. എല്ലാവരുടെയും ഓരോ വാക്കുകൾക്കും ഞാൻ വില കൊടുക്കുന്നവനാണ്. നമുക്കിഷ്ടപ്പെട്ടതിനെയൊക്കെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനെ ഒന്നിച്ച് ഒരുപോലെ കൊണ്ടുപോകാം. അത് വരും തലമുറയ്ക്ക് അതൊരു മുതൽക്കൂട്ടാവുമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഫേസ്ബുക്കിൽ ജെക്സീസ് എന്നൊരു പേജുണ്ട്, യൂട്യൂബിലൊരു ജെക്സീസ് ഒരു ഇതുണ്ട്. അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.